നമസ്കാരം. ഷിയാസ് കരീമിനെതിരെ വീണ്ടും പരാതി. ഇപ്രാവശ്യം ഇച്ചിരി ഗുരുതരമാണ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ വട്ടത്തെ പരാതി പോലെ അങ്ങനെ തള്ളിപ്പോകാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. കാരണം കുറേ തെളിവുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഷിയാസ് കരീമിനെതിരെ പരാതി കൊടുത്തേക്കുന്ന യുവതി ഒരു മധ്യവയസ്കയാണ്. ഷിയാസിനെക്കാട്ടിൽ പ്രായമുള്ള യുവതിയാണെന്നാണ് പറയുന്നത്. ആ യുവതിയുമായിട്ട് വർഷങ്ങളായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു. അവരെ ചൂഷണം ചെയ്തു. പക്ഷെ പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള ബന്ധമാണെന്നാണ് യുവതി സമ്മതിക്കുന്നത്. പക്ഷെ പരാതിയിൽ പറയുന്നത് ചൂഷണം ചെയ്തു, അവരെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തി പൈസ വാങ്ങിച്ചു. 65 ലക്ഷം രൂപയോളം വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവിടും, പല സൈറ്റുകളിലും അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അത്രേ. ഇതാണ് പരാതി. ഈ പരാതി വന്നപ്പോൾ പലരും പല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഷിയാസ് BJPക്കെതിരെയൊക്കെ സംസാരിച്ചു, ബീഫിനെ ചൊല്ലിയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. അങ്ങനെ അമിതമായി സംസാരിച്ചത് കൊണ്ട് അയാളെ കുടുക്കിയതാണ് എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ തെളിവുകൾ ജെനുവിനാണ് എന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും ഈ ഒരു പരാതി വന്നപ്പോൾ ഷിയാസ് ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം. ചെറിയൊരു ഇതാട്ടോ, ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി ആവശ്യമില്ല, അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്ക് കുട്ടിയുണ്ട്, ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടില്ല. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് എടുക്കല്ല, എനിക്ക് എഫ്ഐആർ പറയില്ല. ഇത് ഞാനൊരു ഇതാട്ടോ, ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഒരു കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളിൽ നിന്ന് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യം ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര, അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മക്ക് അയച്ചിട്ടുണ്ട്, പെങ്കേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് പൈസ അങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിന് മുമ്പ് ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ ഒരു കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറേ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരെ പേര് കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് ചെയ്യുന്നപ്പോൾ കേട്ടില്ലേ, ഇതാണ് ഷിയാസിന്റെ പ്രതികരണം. പുള്ളിക്കാരൻ പറയുന്നത് ഇത് കള്ളക്കേസാണ്, വ്യാജമാണ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇപ്പോ ആ യുവതിക്ക് ഷിയാസ് അയച്ച കുറെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചു എന്ന് വ്യക്തമാണ്. കാരണം ടാക്സ് വെട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പൈസ ആവശ്യപ്പെടുന്നുണ്ട്, ജിമ്മ് പണിയാൻ വേണ്ടിയിട്ടാണ് പൈസ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. അതിനുശേഷം ആ യുവതിയോട് കുറെ വാഗ്ദാനങ്ങളും ചെയ്യുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ എൻ്റെ ഒപ്പം ഉണ്ടാകും, നീ എൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ആ ശബ്ദ സന്ദേശങ്ങളും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഇഷ്യൂസ് എനിക്ക് വരും. അപ്പോൾ നീ എനിക്കത് പൈസയായിട്ട് വാങ്ങിച്ചു കയ്യിൽ വെച്ചാൽ മതി, അതാണ് നല്ലത്. അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ 2 വർഷമായിട്ട് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല, അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അത് കുറച്ച് കടമൊക്കെ വന്നുകൊണ്ടാ. അനുമോൾക്കൊരു 1,40,000 കൊടുക്കാനുണ്ട്. ഓക്കെ, എന്തായാലും അയക്കേ 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ കേട്ടില്ലേ, അതിനിടയ്ക്ക് ടാക്സ് വെട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2 വർഷമായിട്ട് ടാക്സ് അടച്ചില്ല, ഇല്ലെങ്കിൽ പണി കിട്ടും, പൈസയായിട്ട് അയച്ചാൽ മതി, 2ആയിട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപയോ 10-20 ലക്ഷം രൂപയുടെ കണക്ക് ഈ ഒരു വോയിസ് നോട്ടിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ടൈറ്റ് വരിയിരിക്കും എന്തായാലും. ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇച്ചിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം, കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം, ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെൻസിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാം. ഓക്കെ ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും ATM-ൽ നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യണം. അത്ര എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, നല്ലതായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്രയും. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടുണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അവസാനം വരെ നീ ഉണ്ടാകും. ഇനി ഞാനാണ് ആദ്യം പോകുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ കബറിൽ മണ്ണിടുന്നത് നീയായിരിക്കും.
എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറെ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏകദേശം ഷിയാസിന് ആ യുവതിയുമായി എന്തൊക്കെയോ ബന്ധമുണ്ടായിരുന്നു, ആ യുവതിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള കാര്യം എന്തായാലും വ്യക്തമായല്ലോ. പക്ഷെ ഷിയാസ് പറയുന്നു ആ യുവതിയാണ് ഷിയാസിന്റെ കയ്യിൽ നിന്നും കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഒക്കെ പണം വാങ്ങിയതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ പോലീസുകാർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഷിയാസിനെ പോലെ ചെറുതായിട്ട് കുറച്ച് ഫെയിം കിട്ടുമ്പോഴേക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ മുഖം കാണിച്ചൊന്ന് സക്സസ് ആകുമ്പോഴേക്കും വലിയ എന്തോ സംഭവമായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് വീഴുന്ന കുറേ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ തെറ്റുകാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീകളും തെറ്റുകാരാണ്. എന്തിനാണ് അങ്ങോട്ട് ചെന്ന് വീഴാൻ പോയത് എന്ന് ഞാൻ പറയും. പിന്നെ ചില ആൾക്കാരുടെ ദൗർബല്യത്തെയും വീക്ക്നെസ്സിനെയും ഒക്കെ ചൂഷണം ചെയ്ത് അവരെ കുറെ നാൾ ഉപയോഗിച്ചിട്ട് എറിഞ്ഞു കളയുന്ന കുറെ ആൾക്കാരുമുണ്ട്. ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളാണോ ഷിയാസ് എന്നുള്ളത് ഇനി ഷിയാസ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഷിയാസിന്റെ മേൽ ഇപ്പോൾ വന്നേക്കുന്ന ആരോപണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അപ്പൊ ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളാണോ ഷിയാസ്? അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇനി ഷിയാസ് ആണ്. വെറുതെ ഇനിയും കൈമലർത്തി കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ഇപ്പൊ ഇത്രയും വലിയ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇനിയും പറയാനുള്ളത് അത് എന്റെ വോയിസ് അല്ല, അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഷിയാസ് അയച്ചു എന്നുള്ള രീതിയിൽ തന്നെയുള്ള വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വന്നേക്കുന്നത്. ഷിയാസിന്റെ ശബ്ദവും ഷിയാസിന്റെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇനി AI യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഇപ്പൊ ഈ AI വന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഇപ്പം ഒറിജിനൽ സൗണ്ട് ആണെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് പറയാം അത് AI ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട് ആണ് എന്ന് പറയാനുള്ള ഒരിത് AI കാരണം ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെയാണ്. പിന്നെ ഷിയാസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരെയും ഉപദേശിക്കുന്നത് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ഷിയാസിന്റെ പേരിൽ കുറെ കേസുകളായി. ഇപ്പൊ കണ്ടിന്യൂസ് ഇതേ ഒരു രീതിയിലുള്ള രണ്ടാമത്തെ കേസാണ്. ഇതിന് മുമ്പ് കേസുകൾ വന്നു. മുമ്പും ഇതുപോലെ പണം തട്ടിപ്പും പിന്നെ ഇതുപോലെ സ്ത്രീകളുടെ പരാതി വന്നിട്ടുണ്ട്. ഇതിനൊക്കെ എന്താണോ ഇനി ഇയാൾക്ക് മറുപടി പറയാനുള്ളത്? എല്ലാത്തിനും കൈമലർത്തി കാണിച്ചു കഴിഞ്ഞാൽ മതിയോ? പോരാ. ഇതിപ്പോ ഷിയാസിന്റെ വോയിസ് ആണ്. ഷിയാസ് പറഞ്ഞു എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഷിയാസ് പൈസ വാങ്ങിച്ചു എന്ന് തെളിയിക്കാൻ ഈ ഒരു വോയിസ് മാത്രം മതി. ആ വോയിസിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട്. ഷിയാസിനെതിരെ വേണമെങ്കിൽ ആരോപിക്കാം ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഇനി ഈ ഒരു വോയിസ് പുറത്തു വന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻകം ടാക്സുകാർക്ക് വേണമെങ്കിൽ ഷിയാസിന്റെ വരുമാനവും ഷിയാസ് ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ പറ്റും. തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ജിമ്മിന്റെ മറവിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, ഫിനാൻസ് തട്ടിപ്പുണ്ടോ, അങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പറ്റും. മൊത്തത്തിൽ പെട്ട അവസ്ഥയാണ്. ഈ വോയിസ് പുറത്തു വന്നതിൽ പിന്നെ ഷിയാസിന്റെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വലിയ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്വന്തമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉറപ്പായിട്ടും വരുമ്പോൾ അത് ജെനുവിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇങ്ങനൊരു വോയിസ് പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാണ് ഷിയാസ്? ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പറയാം, ഇപ്പം BJP എതിർത്തു, അല്ലെന്നുണ്ടെങ്കിൽ കുറേ നാളും കൊണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കളിയാക്കുന്നു, താമര വിരിയത്തില്ലെന്ന് പറയുന്നു, ബീഫ് കഴിച്ചതിന് ആരോപണം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഷിയാസിനെതിരെ ഇങ്ങനെ ആരോപണം വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ഒരു വിഷയമുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ 2022 ആ യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പറയുന്നു. ആ സമയത്തുള്ള വോയിസ് ക്ലിപ്പുകളും വോയിസ് നോട്ടുകളും ഒക്കെയാണ് പുറത്തു വന്നേക്കുന്നത്. ഷിയാസ് പൈസ വാങ്ങിച്ചു എന്നുള്ളതിന്റെ തെളിവുകളുമായി ഷിയാസ് ആ യുവതിയുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് എന്നുള്ളതിന്റെ തെളിവുകളും ഇപ്പൊ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ചൂഷണം ചെയ്തോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് മാത്രമേ തെളിവുകൾ പുറത്തു വരാനുള്ളൂ. അപ്പൊ അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഷിയാസ് മിക്കവാറും പെടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ രണ്ട് പക്ഷക്കാരും തെറ്റുകാരാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ യുവതി തന്നെ ഈ രീതിയിലൊക്കെ ഉപദ്രവിച്ചു എന്നേ പറയുന്നുള്ളൂ. ബന്ധം പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ളതായിരുന്നു. എന്നാൽ തന്നെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്തു, തന്നെ ഭീഷണിപ്പെടുത്തി, പൈസ വാങ്ങിച്ചെടുത്തു, പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ തന്നില്ല, ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി കൊടുത്തേക്കുന്നത്.